തീർച്ചയായിട്ടും അങ്ങനെ പുതിയ തലമുറയ്ക്ക് ഒരു അവസരം തന്നുകൊണ്ടാണ് ഞാൻ MLA ആയത്. ഈ സീനിയർ നേതാക്കന്മാരെല്ലാം ഉള്ളതിനിടയ്ക്ക് 96 ഞാൻ KSE വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് PJ ജോസഫ് സാറ് എനിക്കൊരു സീറ്റ് തന്നു. ഞാൻ മത്സരിക്കാൻ ഭാഗ്യം അന്ന് ജയിച്ചു. അങ്ങനെ MLA ആയിട്ട് വരാൻ കഴിഞ്ഞു. പാർട്ടി യുവാക്കൾക്ക് പരിഗണന കൊടുക്കുന്നതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ശ്രീ പ്രിൻസ് ലൂക്കോസ് KSE പ്രസിഡന്റായിരുന്നു, യൂത്ത് ഫണ്ട് പ്രസിഡന്റായിരുന്നു, ഏറ്റുമാനൂരിൽ പാർട്ടി സീറ്റ് കൊടുക്കാൻ തയ്യാറായി. അപ്പം എല്ലാ വർഷങ്ങളിലും ആരെയെങ്കിലുമൊക്കെയായി കേരള കോൺഗ്രസ് പരിഗണിച്ച് പോകുന്നുണ്ട്. എത്രയോ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലും KSU ലീഡർഷിപ്പിലുള്ള എത്രയോ പേരെയാണ് കോൺഗ്രസ് പാർട്ടി പരിഗണിക്കുന്നത്, മുസ്ലിം ലീഗ് ആ നിലയിൽ പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ UDF-ൽ എല്ലാവരും ചെയ്യുന്നുണ്ട്, LDF-ലും ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയ രംഗത്ത് പൊതുവായി നിൽക്കുന്ന ഒരു കാര്യമായിട്ട് കണക്കാക്കാൻ മതി എന്നുള്ളതാണ് എനിക്ക് അതേക്കുറിച്ച് പറയാറ്. അല്ല, നമ്മൾ സീറ്റ് ചർച്ച, പഞ്ചായത്തിൻ്റെ സീറ്റ് ചർച്ച ചെയ്യുമ്പോൾ പഞ്ചായത്ത് അതിരമ്പുഴ നമുക്കുള്ളത് അല്ലേ, അതിരമ്പുഴ സീറ്റാണല്ലോ, അതിന് മാറ്റില്ല. അല്ല, ഇപ്പോഴത്തെ അവസ്ഥയിൽ അതിൻ്റെ കാര്യമില്ലല്ലോ. കാരണം അല്ല, അവർ വരുമോ ഇല്ലോ എന്നുള്ളത് അവരുടെ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞങ്ങളതേക്കുറിച്ച് നിലപാട് പറഞ്ഞിട്ടുണ്ട്. അല്ല, അതിന് മറുപടിയൊക്കെ നമ്മൾ പറഞ്ഞാണല്ലോ. ഇനി അല്ല, ഞാൻ പറഞ്ഞേ ഒരു കാര്യം ഇതിനകത്ത് വളരെ വ്യക്തമാണ്. നമുക്കിപ്പോൾ ഇതുവരെ നടന്ന ഇപ്പോൾ ജോസ് കെ മാണിയുടെ വിഭാഗം LDF-ലേക്ക് പോയ ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകൾ ആണ് നമുക്കൊരു ഒന്ന് വിലയിരുത്താനുള്ള ഒരു മാനദണ്ഡമാക്കാവുന്നത്. അതിൽ ഒന്ന് ലോക്സഭാ ഇലക്ഷനിൽ ജോസ് കെ മാണി വിഭാഗം നേരത്തെ UDF-ൽ നിന്ന് ജയിച്ചതാണ് തോമസ് ചാഴികാടൻ. അവർ LDF-ലേക്ക് മാറി മത്സരിച്ചു. PJ ജോസഫിൻ്റെ വിഭാഗം UDF-ൽ തുടർന്നു. അവർ കോട്ടയം പാർലമെൻറ്റിൽ 87,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഫ്രാൻസിസ് ജോർജ് MP PJ ജോസഫിൻ്റെ കാൻഡിഡേറ്റായി കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി UDF സ്ഥാനാർത്ഥിയായി വന്ന് അദ്ദേഹം ജയിച്ചു. ജോസ് കെ മാണി വിഭാഗം പോയ ശേഷമാണ് ഈ 87,000 വോട്ടിന് ജയിക്കുന്നത് എന്നുള്ളത് രാഷ്ട്രീയമായി വളരെ പ്രസക്തമായ കാര്യമാണ്. 2 നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ, പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ്, ഏറ്റവും അവസാനം നടന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്, മറ്റു ഉപതെരഞ്ഞെടുപ്പുകൾ. അപ്പോൾ ഇതിലെല്ലാം UDF ആണ് വിജയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വിജയത്തിലേക്ക് വരുമ്പോൾ അവർ പോയിട്ടും മുന്നണിക്ക് അതിൻ്റെ പേരിൽ ഒരു പ്രത്യേകിച്ച് ഒരു ദോഷമുണ്ടായിട്ടില്ല. അല്ലെങ്കിൽ മുന്നണിയുടെ ജനബലം, ജനകീയ അടിത്തറയും ജനബലവും ശക്തമായി നിലകൊള്ളുന്നു, UDF മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് കാണിക്കാൻ കഴിയുക. പക്ഷേ അവരുടെ പാർട്ടി കേരള കോൺഗ്രസ് അവർ അവിടെ ഇനി LDF തുടരാൻ ആഗ്രഹിക്കുന്നില്ല, അവർ UDF-ലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അവർ പറയട്ടെ. അവർ പറഞ്ഞാൽ UDF ചർച്ച ചെയ്യും. ഞങ്ങൾ അതിനകത്ത് ഇപ്പോൾ ഒരു ഗുണത്തിനോ ദോഷത്തിനോ ഇപ്പം ഇല്ല. പുള്ളി ഇപ്പം ക്ഷണിക്കുന്നില്ലല്ലോ, നേരത്തെ ഒന്ന് പറഞ്ഞതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതിപ്പം UDF ചർച്ച ചെയ്യേണ്ട വിഷയമാണ്, ഞങ്ങളിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. കൺവീനർക്ക് UDF കൺവീനർ എന്ന നിലയിൽ അദ്ദേഹത്തിന് വ്യക്തിപരമായി പറയാൻ സ്വാതന്ത്ര്യമുണ്ടല്ലോ. ആ സ്വാതന്ത്ര്യത്തിൽ അദ്ദേഹം പറഞ്ഞതായിരിക്കും അത്. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് എന്നൊരു സംശയമില്ല. കേരള കോൺഗ്രസ് യോജിപ്പിനെ കുറിച്ച് UDF ഒരു ഘട്ടത്തിലും ചർച്ച ചെയ്തിട്ടില്ല. ഓക്കെ. അല്ല, LDF-ന് അല്ലെങ്കിൽ നേരത്തെ വിജയം ഉണ്ടായിട്ടുണ്ടല്ലോ, ജോസഫ് ഗ്രൂപ്പ് വിജയം ഉണ്ടായിട്ടുണ്ടോ? അല്ല, അത് ഈ കോട്ടയത്തുണ്ടായ കാര്യമല്ലോ, കേരളം ഒട്ടാകെ ഇപ്പോൾ 99 സീറ്റിൽ പിണറായി വിജയൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ LDF ഗവൺമെൻറ് രണ്ടാമത് അധികാരത്തിൽ വന്നത് ജോസ് കെ മാണി എന്നിട്ടല്ലല്ലോ. കേരളം ഒട്ടാകെ 99 അവരുടെ തട്ടകങ്ങളിലൊക്കെ അവർ തോറ്റുപോയി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും CPM-ൻ്റെയും കാരുണ്യം കൊണ്ട് നിയമസഭയിലേക്ക് ഏതാനും സീറ്റുകൾ 99 ജയിച്ച കൂട്ടത്തിൽ അവരുടെയും ജയിച്ചു എന്നല്ലാതെ അവരുടെ തട്ടകങ്ങളിൽ എന്താ സംഭവിച്ചത്? അപ്പോൾ അതുകൊണ്ട് വളരെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്, ഇതൊരു അടിസ്ഥാന ഘടകമായി LDF-ലും പ്രശ്നം വരേണ്ട കാര്യമില്ല, UDF ഇപ്പോൾ ഒരു പ്രശ്നമാക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. ഞാൻ ഇത് തിരുത്തരെ ചോദിക്കേണ്ട കാര്യമില്ല. ഇത് നമ്മൾ നേരത്തെ ഇവിടെ പത്രസമ്മേളനത്തിൽ വന്നപ്പം ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ അതിൽ ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ കടുത്തുരുത്തി മണ്ഡലത്തിൽ ജനങ്ങളുടെ ഒരു ജനപ്രതിയായി മത്സരിക്കുക എന്നുള്ളതാണ് എൻ്റെ നിലപാട്. പാർട്ടിയുടെയും UDF-ൻ്റെ നിലപാട് അതാണ്. അവിടെ കടുത്തുരുത്തിയിൽ മത്സരരംഗത്ത് ഞാനുണ്ടാവും. ജനങ്ങൾ എന്നെ അനുഗ്രഹിച്ചത് കഴിഞ്ഞ പ്രാവശ്യങ്ങളിലെല്ലാം ചെയ്തിട്ടുണ്ട്, അത് ഇപ്രാവശ്യം ഉണ്ടാകും എന്ന ഉറച്ച വിശ്വാസത്തിൽ ഞാൻ കടുത്തുരുത്തി തന്നെയുണ്ട്. മണ്ഡലം മാറുന്നതിനെക്കുറിച്ച് എനിക്ക് ആലോചിക്കേണ്ട കാര്യമില്ല. ഞാൻ അങ്ങനെ ഒരു ചിന്തയിലേക്ക് പോകുന്നില്ല. ജനങ്ങളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും. അത് എളിമയോടുകൂടി ആ മനുഷ്യർക്ക് വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ട് പ്രവർത്തിക്കുന്നതിന് ജനങ്ങൾ തരുന്നൊരു അംഗീകാരം എന്നുള്ളതുള്ളൂ. അത് എൻ്റെ കഴിവിൻ്റെ പരമാവധി കടുത്തുരുത്തി നിയോജകമുള്ള ജനങ്ങൾക്ക് വേണ്ടി വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന രീതിയാണുള്ളത്. അത് തുടരാൻ ജനങ്ങൾ അനുവദിക്കും എന്ന ഉറച്ച വിശ്വാസം.